إلى حضرة سيدنا مصطفى محمد صلى الله عليه وسلم شيخنا حسن البصري رضي الله تعالى عنه. اللهم وإلى حضرة شيخنا فريد بن الخطاب رضي الله تعالى عنه. قال الأساتذة جميع أساتذتنا مشايخنا قال السيد علي بن الصادق رضي الله عنه شيخنا وسندنا تقييد محمد القادر وجميع من اندفعنا بعلومهم وبتصنيفاتهم وبأسرارهم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ഇനി ഹസൻ റളിയല്ലാഹു അൻഹു ഒരു തമാശയിൽ കൂടി കാര്യം ഉണർത്തുക. വലിയ ആൾക്കാരെന്ന് പറഞ്ഞ് നടക്കുന്നു, ചങ്ങായിമാരെ ഇങ്ങളെന്തേ കാട്ടിക്കൂട്ടുന്നത്? ഹസൻ ബസരി തങ്ങൾ അനുയായികളോട് ചോദിച്ചു, മാ ശുബഹക്കും ബി അസ്ഹാബി റസൂലില്ലാഹ്. എന്തോ ഒരു സാദൃശ്യാന്നറിയോ നിങ്ങളൊക്കെ റസൂലുള്ളാഹിന്റെ സഹാബത്തുമായി കണ്ട് ഭയങ്കര സാദൃശ്യതയാണ്. ഒരാക്കിയൊരു വർത്താനം. വല്ലാഹിലും മിൻഹു, ഈ പറഞ്ഞതിൽ നിന്നും ലാഹിർ അന്നഹു ഇസ്തിഹ്സാഉം മിൻഹു ബിഹിം, തങ്ങൾ അവരെ കൊണ്ടൊരു തമാശ പറഞ്ഞതുപോലെ. ലിഅന്നഹു ഖാല ബഅദ, അതിന് ശേഷം മഹാനവറുകൾ പറയുന്നു, ഫഇന്നക്കും ലൗ റഅയ്തുമൂഹും, നിങ്ങളെങ്ങാനും ആ സഹാബത്തിനെ കണ്ടിരുന്നുവെങ്കിൽ ഖുൽതും, നിങ്ങൾ പറയുമായിരുന്നു, ഇന്നഹും മജാനീനു, അവരൊക്കെ ഭ്രാന്തന്മാരാണെന്ന് നിങ്ങൾ പറയും. കാരണം എന്താണ്? വൈന്നഹും, അവരെങ്ങാനും ലൗ റഅൗക്കും, നിങ്ങളെ കാണുകയാണ് എങ്കിൽ ലഖാലു, അവര് പറയും, ആശമിന്തും റായിഹത്തൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഒരു ചൂഴി പോലും നിങ്ങളിലില്ല എന്ന് അവർ പറയും. മനസ്സിലായില്ലേ? കാരണം ഫഇന്നഹും സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും കാനൂ ഫാരിസീന അലൽ ജിയാദ്, നല്ല നല്ല കുതിരകളുടെ മേൽ അവർ കുതിരാഭ്യാസം നടത്തി യുദ്ധത്തിന് പോയവരാണ്. കുതിരപ്പടയാളികളായി ദീനിനു വേണ്ടി പോയവരാണ്. ദുനിയാവിനെ ഉപേക്ഷിച്ചവരാണ്. വതറക്കു ദുനിയാ വസ്തഗലൂ ബിദ്ദീനി വൽ യഖീൻ, ഈമാൻ കൊണ്ടും ദീൻ കൊണ്ടും ഒരു ജോലിയായവരാണ്. നമ്മളാണെങ്കിലോ അമ്മാ നഹ്നു, നമ്മൾ ഫമസ്ഊലൂന ബിജീഫത്തി ദുനിയാ വഹ്താമിഹാ, നമ്മളാണെങ്കിലോ ദുനിയാവിന്റെ ശവമായിക്കൊണ്ട് ദുനിയാവെന്ന ശവവുമായിക്കൊണ്ട് ജോലിയാക്കപ്പെട്ടവരാണ്. ദുനിയാവിന്റെ ചരക്ക് എന്നും പറഞ്ഞ് നടക്കുന്നവരാണ്. ഏതുപോലെ ചത്ത് കിടക്കുന്ന ഒരു മൃഗത്തിന്റെ മുകളിൽ പക്ഷികൾ വന്നിരുന്നതിനെ കൊത്തിയെടുക്കുന്നത് പോലെ ശവത്തിന്റെ മേൽ സംഭവിച്ച പക്ഷികളെ പോലെ ഇങ്ങനെ ദുനിയാവേ ശരണമെന്നും പറഞ്ഞ് നടക്കുന്നവരാണ് നമ്മളെന്ന് മഹാനായ ഹസൻ ബസരി പറയുന്നു. ഒരു അപരിഷ്കൃതനായ ഒരു ഗ്രാമീണനായ ഒരാള് ഹസൻ ബസരി തങ്ങളെ കാണാൻ വന്നിട്ട് വസാലാലി സബരി, വന്നിട്ട് ചോദിച്ചു, സബർ, ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. ഫഖാല റഹ്മഹുല്ലാഹ്, ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, ഹുവ അലാ ഖിസ്മൈനി, രണ്ട് വിധമുണ്ട് മോനെ ക്ഷമ. ഒന്ന് അൽ-അവ്വലു അസ്സബ്റു അലൽ ബലാഇ വൽ മസായിബി, വലിയ മുസീബത്തുകളും ഇടങ്ങേറുകളും വരുമ്പോൾ, കൊറോണ പോലെയുള്ള എല്ലാ ഇടങ്ങേറുകളും വരും, അതിൽ ക്ഷമിക്കലാണ് ഒന്ന് അങ്ങനെയുള്ള ക്ഷമയാണ്. വത്താനിയ സബ്റു അമ്മാ നഹല്ലാഹു അൻഹു, അല്ലാഹു നിരോധിച്ചതെല്ലാം ഒഴിവാക്കുക എന്ന ക്ഷമയാണ്. അല്ലാഹു വിരോധിച്ചതിനൊക്കെ നമ്മൾ വെടിയണം. ഇന്ന് ഖമറുൽ ഉലമയുടെ സബഖതായിരുന്നു. ഖാലൽ അഅറാബി പറഞ്ഞു, മാറായിത്തു അസ്ഹദമിൻക, അല്ലാഹു ഇതെന്തൊരു സുഖതപ്പ, നിങ്ങളെക്കാൾ ഒരു സാഹിദിനെ ഞാൻ കണ്ടിട്ടില്ല. വലാ സുബറ മിൻക, നിങ്ങളെക്കാൾ ഒരു ക്ഷമിക്കുന്ന ആളെയും ഞാൻ കണ്ടിട്ടില്ല. ഖാല റഹ്മഹുല്ലാഹ് പറയുന്നു, അമ്മാ സുഹദി, എന്റെ സുഹദ് ഫലിറജായി, ഞാൻ അല്ലാഹുവിൽ ആഗ്രഹിച്ചതിന് വേണ്ടിയിട്ടാണ്. അമ്മാ സബരി, ഞാൻ ക്ഷമിക്കുന്നത് ഫലിൽ ജസായി, പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഫതൂബാ, സർവ്വവിധമായ സന്തോഷം, ലിമൻ യകൂനു സുഹദുഹു വസബ്റുഹു ലിൽ ഹഖ് ലാ ലിശൈഇൻ ആഖറ, അല്ലാഹുവിന് വേണ്ടി സബർ ചെയ്യുന്നവർക്കാണ് സുഹദും എല്ലാം ഉള്ളത്. യഥാർത്ഥമായ സന്തോഷം അവർക്കാണ്. അല്ലാഹുവിന് വേണ്ടി സബർ ചെയ്യുക, അല്ലാഹുവിന് വേണ്ടി ത്യജിക്കുക. ലാ ലിശൈഇൻ ആഖറ. ഖാലൽ അഅറാബി പറയുന്നു, ശറഹലി ഹാദൽ കലാം, എനിക്ക് വളരെ സന്തോഷമായി നിങ്ങളുടെ ഈ സംസാരം. ഇത് ശവ്വസ്ത അലയ്യ ഇഅ്തിഖാദി
فقال رحمه الله سعودي في الدنيا للرغبة في الآخرة. شرح لي هذا الكلام കാരണം എന്താ എന്റെ ഇഅ്തിഖാദിന് കൂടുതൽ ഒരു ഉറപ്പ് നൽകി. വസ്താനാണ് എന്താ ഇബാറത്ത് കിട്ടുന്നില്ല. فقال رحمه الله പറഞ്ഞു സൂദി في الدنيا للرغبة في الآخرة. ആഖിറത്തിൽ ആഗ്രഹിച്ചതിന് വേണ്ടിയിട്ടാണ് ഞാൻ ദുനിയാവിൽ സുഹൃദായത്. وهذا عين نصيب النفس وصبري على البلايا والطاعات لرجاء الأمن من عذاب النار. ഇത് തന്നെയാണ് ഐനു നസീബിൻ നഫ്സ്, ആത്മാവിന്റെ യഥാർത്ഥമായ സംഗതി ഇത് തന്നെയാണ്. ആഖിറത്തിന് വേണ്ടി ത്യജിക്കുക. എന്റെ സബർ ബലായിന്റെ മേലും ത്വാഅത്തിന്റെ മേലും അദാബിൽ ഖബറിനെ തൊട്ട് അമ്നുണ്ടായതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് കുറച്ചുകൂടെ കൂടുമ്പം ഇതെല്ലാം മാറ്റി വെച്ച അല്ലാഹ് എന്ന് മാത്രം വരും. മിൻ കലാമി അന്നഹു ഖാല ലാ ബുദ്ദ ലിൽ മുഅ്മിനി, ഒരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അവന് വേണം മിന്നിൽ മിന്നാഫിൻ, പ്രയോജനപ്രദമായ ഇൽമുണ്ടാകണം. വഅമലിൻ കാമിലിൻ, പരിപൂർണമായ പ്രവർത്തനം വേണം. മഅൽ ഇഖ്ലാസ്, ഇഖ്ലാസോടുകൂടെ ആകണം. വഖനാഅത്തിൻ മുസ്ബിഅത്തിൻ മഅസ് സബ്ർ, ക്ഷമയോടുകൂടെ വയറ് നിറയ്ക്കുന്ന ഖനാഅത്തുള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. ثم بعد وصول هذه الأمور, ഇവകളെല്ലാം ഉണ്ടായതിന് ശേഷം ലാ അലമു, എനിക്കറിയില്ല മാദാ യുഫ്അലു ബിഹി, പിന്നെ അവനെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യപ്പെടുക എന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇങ്ങനെ ഇൽമുൻ നാഫി ഉണ്ടാകണം, അമലും കാമിലുണ്ടാകണം, അതിലെല്ലാം ഇഖ്ലാസ് മുതലാകണം. അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിതഅത്തിൻ, തഅത്ത് കൊണ്ട് അല്ലാഹുവിനെ മാത്രമല്ലാതെ ഉദ്ദേശിക്കാതിരിക്കുക. ഫഖാല, മഹാനവറുകൾ പറയാറുണ്ട്, അശ്ശാത്തു അക്ബറു തനബ്ബുകം മിനൽ ഇൻസ്, മനുഷ്യന്മാരെക്കാൾ കൂടുതൽ ആടിനാണ് ശ്രദ്ധയുള്ളത്. ആടിങ്ങനെ എന്തെങ്കിലും ഒന്ന് കടിക്കാൻ പോകും എന്ന് പറഞ്ഞാൽ ആട് മാറിയങ്ങ് പോകും. ഫഇന്നഹാ തത്റുകു, ആ ആടങ്ങ് ഒഴിവാക്കുന്നതാണ് അർറഇയ, മേയലിനെ. ഇന്ദ സിയാഹിർ റാഇ, ആട്ടിടയൻ അട്ടഹസിക്കുന്ന സന്ദർഭത്തിൽ മേയൽ ഒഴിവാക്കി അതങ്ങ് പോകും. മനുഷ്യന്മാരാണെങ്കിലോ ഒന്നുകൂടി അങ്ങോട്ട് ചെല്ലും. വന്നാസ്, ജനങ്ങൾ ലാ യൻസജിറൂന അനിൽ മആസി, മഅസിയത്തുള്ള തൊട്ടവന്മാരെന്ത് ചെയ്യില്ല, മനുഷ്യന്മാർ വെടിവാവുകയില്ല, അവർ വെടിയുകയില്ല. വിസ്തിമായി കലാമില്ല, അള്ളാഹിന്റെ കലാമൊന്നും കേട്ടാൽ അവർക്ക് പോരാ. വഖാല, മഹാനവറുകൾ പറയുന്നു, അൽ ഖരീനസു യൂരിദു ദന്നസു ബിൽ ജിയാദ്, മോശമായ കൂട്ടുകാരുണ്ടോ അവര് മോശമായ ഭാവന ഉണ്ടാക്കുകയുള്ളൂ. ബിൽ ജിയാദ്, നല്ല കുതിരകളുണ്ടെങ്കിൽ ഇപ്പൊ കൊണ്ടാൻ പോകേണ്ടതല്ല. നല്ല ദുനിയാവിൽ ഈ ദീനിനു വേണ്ടി ചെലവഴിക്കാനുള്ള സർവ്വവിധമായ സാമ്പത്തികവും ശാരീരികവും ആരോഗ്യവും എല്ലാം ഉണ്ടെങ്കിലും മോശമായ കൂട്ടുകാരാണെങ്കിൽ അവിടെ പെൻഡിങ് വെപ്പിക്കും അവര്. അത് മോശമായ കൂട്ടുകാരൻ ചാരിയാൽ ചാരിത മണക്കുമെന്ന് പറഞ്ഞില്ലേ, അത് അൽ ഖരീനു യൂരിദു ദന്നസു ബിൽ ജിയാദ്. അന്നൊക്കെ ഒട്ടകമാണ്, നല്ല ഒട്ടകങ്ങളും കുതിരകളുമാണ് അന്നത്തെ വാഹനങ്ങൾ. ഇന്നിപ്പോ അല്ലാത്ത വാഹനങ്ങൾ കൊണ്ട് സുന്നത്തമായത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പോണ നിങ്ങളൊക്കെ. വഖാല, മഹാനവർ പറഞ്ഞു, അത്വലബു ഇലൽ ഖംറി, കള്ള് തേടലാണ് ഹബ്ബു ഇലയ്യ മിൻ ത്വലബി ദുനിയ, ദുനിയാവിനെ തേടുന്നതിനേക്കാളും മിനത്വലബി ഇലദ് ദുനിയ, ദുനിയാവിനെ അന്വേഷിച്ചു പോകുന്നതിനേക്കാൾ കള്ളും കുപ്പി തേടലാണ് നല്ലത് എന്ന് മഹാനവർ പറയുന്നു. വഖാല, അൽ മഅരിഫത്ത്, യഥാർത്ഥമായ ജ്ഞാനം എന്നുള്ളത് അല്ലാ തജിദ ഫീ നഫ്സിക, നിന്റെ നഫ്സിൽ നീ എത്തിക്കാതിരിക്കണം മിസ്ഖാല ദർറത്തിൻ മിനൽ ഖുസൂമാ, ഒരു വിധേനയുള്ള തർക്കവും നിന്റെ നഫ്സിലുണ്ടാകാൻ പാടില്ല. ആരോടും തർക്കമില്ല. മനസ്സിലായോ? മാഷാ അല്ലാഹ്. അവ്വലു മൻ യദ്ഖുലു അഹ്ലുൽ ജന്ന ഫീഹാ യുഗ്ശാ അലൈഹിം 8000 സന لأن الله تعالى يتجلى لهم فإن نظروا إلى جلاله يسكرون من هيبته وإن نظروا إلى جماله يغرقون في بحر الحيرة. സ്വർഗനിവാസികൾ ഒന്നും രണ്ടൊന്നല്ല, 80,000 കൊല്ലം അവരുടെ മേൽ ബോധക്ഷയമാക്കപ്പെടും. കാരണം അല്ലാഹു തആല അവരിലേക്ക് അങ്ങ് വെളിവരും. അള്ളാഹു വെളിവരുമ്പോഴത്തേക്ക് അള്ളാഹുവിന്റെ ജലാലിയത്തിലേക്ക് നോക്കിയാൽ അവരാകെ ഹൈറാനാകും, പേടിച്ചിട്ട് അവർ സക്രാനിലായി പോകും. വൈനദറുഇല ജമാലിഹിലേക്ക് നോക്കിയാൽ, അള്ളാഹുവിന്റെ നല്ല അഴകളിലേക്ക് നോക്കിയാൽ, യഗ്രിഖൂന ഫീ ബഹരിൽ ഹൈറാ, അവിടെയും അവർ പരിഭ്രമിക്കുകയാണ്. എന്താണ്
അൽ ഫിക്റത്തു വഖാല മഹാനവറുകൾ പറഞ്ഞു അൽ ഫിക്റത്തു ചിന്ത മിർആത്തുന്നത് കണ്ണാടിയാണ് തുരീകൽ ഹസനാത്തി വസയ്യിആത്തി നന്മയും തിന്മയും നിനക്ക് കാണിച്ചു തരും ചിന്തിക്കണം മോനെ നീ ഒരുപാട് ചിന്തിക്കണം വഖാല മഹാനവറുകൾ പറയാറുണ്ട് മല്ലായകൂന കലാമുഹു അനിൽ ഹിക്മ തത്വജ്ഞാനങ്ങളെ തൊട്ട് ഒഴിവായ കലാമു ഫഹുവ ഐനുൽ ആഫ അത് ഭയങ്കരമായ ആപത്തിലേക്ക് കൊണ്ട് എത്തിച്ചു കളയും അമല്ലായകൂനു സുകൂനുഹു അനിൽ ഫിക്റ ചിന്തിച്ച് സുക്കൂനാവുക ഫകുല്ലു അങ്ങനല്ലാത്തവൻ ഫകുല്ലു സഹബൻ വഗഫലത്തുൻ അവൻ അശ്രദ്ധനായി പോകും അതാണ് പറയുന്നത് ഫകുല്ലു നഫ്സിൻ ഏതൊരു ശ്വാസോച്ഛ്വാസവും ലൈസ അലാ വജ്ഹിൽ ഇബ്റ അത് അല്ലാഹുവിന്റെ ഇബ്റത്ത് പരിഗണനകൾ അല്ലാഹുവിന്റെ നിഅമത്തുകൾ അറിയാനുള്ള ഒരു പാഠം ഉൾക്കൊള്ളുന്നതിന്റെ മേലല്ല എങ്കിൽ അത് കുറ്റകരമാണ് തമാശയായി പോകും ഫഹുവ സല്ലത്തുൻ വലഹുബുൻ ഇങ്ങനെ ഓരോന്ന് പറയും മഹാനവറുകൾ അല്ലാഹ് വഖാല മക്തുബുൻ ഫി തൗറാത്തി മൻ ഖനഅ ലാ യഹ്താജു ഇലാ അഹദിൻ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനായാൽ മറ്റൊരാളിലേക്ക് ആവശ്യമാവുകയില്ല വമൻ ഇഅ്തസല ആരെങ്കിലും വെടിഞ്ഞാൽ അനിൽ ഖൽഖി സൃഷ്ടികളെ തൊട്ടങ്ങ് വെടിഞ്ഞാൽ സലിമ രക്ഷപ്പെട്ടവൻ അവൻ രക്ഷപ്പെട്ടു വമൻ വളഅ ശഹവത തഹത റിജ്ലിഹി ഉതിഖാ ദുരാഗ്രഹങ്ങളും ദുശ്ചിന്തകളും വരുമ്പോൾ കാലിന്റെ ചവിട്ടടിയിലാക്കിയാൽ അവൻ ഇത്ത്ക്ക് ചെല്ലപ്പെട്ടവനായി അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുഅ്തഖീൻ വഇദാ തറക്കൽ ഹസദ അസൂയ ഉപേക്ഷിച്ചാൽ ലഹറത്തിൽ മുറുവത്തു പൗരുഷം വെളിവാകും തന്റെ ഇടം വെളിവാകും വമൻ സബറ അയ്യാമൻ മഅദൂദത്തൻ ഖലീലത്തൻ കുറച്ച് ദിവസം ലോക്ക്ഡൌണായിട്ടൊക്കെ നമ്മൾ ജീവിക്കേണ്ടി വരും ക്ഷമിച്ചുകൊണ്ട് ജീവിച്ചാൽ ആശ ദഹ്റൻ നല്ല രീതിയിൽ പിന്നീട് ജീവിക്കാൻ കഴിയില്ല ആഖിറലഹുവായ ആഖിറത്തിലേക്ക് എത്തി പിന്നെ അതിന് പര്യവസാനം ഉണ്ടാവില്ല അപ്പൊ ഈ ലോകത്ത് താമസിക്കുമ്പം ഒരുപാട് ക്ഷമ നമ്മൾ ക്ഷമിച്ചുകൊണ്ട് കുറച്ചു നാളിങ്ങനെ പോട്ടെ നോക്കണം വഖാല ലിൽ വറഇ സലാസത്തു മഖാമാത്തിൻ സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സൂക്ഷ്മത ആരാണ് വറഉള്ളവൻ